സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തുന്നൂർ 56 ആയത്തുകളാണ് ഇതുവരെയായി നാം വിശദീകരിച്ചു കഴിഞ്ഞത്. 57, 58, 59 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുമെന്നും സ്വാധീനം നൽകുമെന്നും അവരുടെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സൗകര്യം നൽകുമെന്നും അതിനായി അവർ അവരുടേതായ ആദർശ ശുദ്ധി അവർ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ശിർക്കൊരിക്കലും ചെയ്തു പോകരുത്, നിസ്കാരം നിലനിർത്തണം, സാമ്പത്തിക മേഖല വിശുദ്ധമാകും വിധം സക്കാത്ത് കൊടുക്കണം, സമ്പൂർണമായും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം, ഇതൊക്കെയാണ് റബ്ബിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുവാൻ കാരണമാവുക എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ അവർ അവരുടേതായ ആദർശ വിശുദ്ധിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ലഭ്യമാകുന്ന റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം 57-ാമത്തെ ആയത്തിൽ അള്ളാഹു അവിശ്വാസികളായ ആളുകൾ ഈ ഭൂമിയിൽ അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ തേരോട്ടങ്ങളും അവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അക്രമപ്രവർത്തനങ്ങളും അതുപോലെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും അതൊന്നും കണ്ട് വഞ്ചിതരാവേണ്ടതില്ല. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ടൊന്നും അവർക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അശക്തമാക്കുവാനോ അവർക്കൊന്നും കഴിയില്ല എന്ന കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂക്തമാണ് 57-ാമത്തെ സൂക്തം. എന്താണതിൽ അള്ളാഹു പറയുന്നത്? ലാ തഹ്സബന്നല്ലദീന കഫറൂ, ലാ തഹ്സബന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ലാ തഹ്സബന്ന, നീ വിചാരിച്ചു പോകണ്ട, നീ വിചാരിക്കരുത്, അല്ലെങ്കിൽ നീ ധരിക്കരുത്. എന്ത്? ആരെ? അല്ലദീന കഫറു, അവിശ്വസിച്ചിട്ടുള്ളവരെ നീ വിചാരിക്കണ്ട. ഏത് നിലക്ക്? മുഅ്ജിസീന, അവർ പരാജയപ്പെടുത്തുന്നവരാണെന്ന്. മുഅ്ജിസീന എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം അസാധ്യമാക്കുന്നവർ എന്നാണ്. ഇവിടെ മുഅ്ജിസീന, അവർ പരാജയപ്പെടുത്തുന്നവരാണെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഫിൽ അർളി, ഭൂമിയിൽ വെച്ച്. അപ്പോൾ ഭൂമിയിൽ വെച്ച് അവർ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയും എന്നൊന്നും നീ വിചാരിക്കേണ്ടതില്ല. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താ? വമഅവാഹുമുന്നാർ, അവർക്കുള്ള സങ്കേതം നരകമത്രേ. മഅ്വാ, സങ്കേതം, അവർക്ക് ചെന്നു ചേരാനുള്ള ഇടം. വമഅവാഹും, അവരുടെ സങ്കേതം. അന്നാറു, അവരുടെ വാസസ്ഥലം, അവർ ചെന്നണയുന്ന സ്ഥലം. അന്നാറു, നരകമാകുന്നു. വലബിഅ്സൽ മസീർ, വലബിഅ്സ, എത്ര മോശപ്പെട്ടതാണ്. അൽ മസീർ, ആ ചെന്നു ചേരാനുള്ള ഇടം എത്ര മോശപ്പെട്ടതാണ്. അവർക്ക് ചെന്നെത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് മടങ്ങാനുള്ള മടക്ക സ്ഥലം എത്ര മോശപ്പെട്ട സ്ഥലമാകുന്നു. അപ്പൊ ഇവിടെ ലാ തഹ്സബന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഐ ലാ തളുന്ന യാ മുഹമ്മദ്, മുഹമ്മദേ നീ വിചാരിക്കണ്ട. ആരെ? അല്ലദീന കഫറു, അവിശ്വസിച്ചവരെ കണ്ടിട്ട്. അതായത് ഐ ഖാലഫൂക വകദ്ദബൂക, നീ പറഞ്ഞതിന് നേരെ എതിര് പ്രവർത്തിക്കുകയും
നിന്നെ കളവാക്കുകയുമൊക്കെ ചെയ്യുന്ന അവിശ്വാസികളെക്കുറിച്ച് നീ ധരിക്കേണ്ടതില്ല, നീ അവരെക്കുറിച്ച് വിചാരിക്കേണ്ടതില്ല. എന്ത്? മുഅ്ജിസീന ഫിൽ അർളി, അവർ ഭൂമിയിൽ അള്ളാഹുവിനെയൊക്കെ അശക്തമാക്കാൻ കഴിവുള്ളവരാണ്, അള്ളാഹിനെ പരാജയപ്പെടുത്താൻ കഴിവുള്ളവരാണ് എന്നൊന്നും നീ വിചാരിക്കേണ്ടതില്ല. അതായത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അർത്ഥം പറയുന്നു, ലാ യുഅ്ജിസൂനല്ലാഹ്, അവർക്ക് അള്ളാഹിനെ അശക്തരാക്കാനൊന്നും കഴിയൂല. ബലില്ലാഹു ഖാദിറുൻ അലൈഹിം, അള്ളാഹു അവരുടെ മേൽ എന്ത് നടപടിയെടുക്കാനും ഖാദിറാണ്, കഴിവുള്ളവനാണ്. വസയുഅദ്ദിബുഹും, അതുകൊണ്ട് തന്നെ പിറകെ അള്ളാഹു അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അലാ ദാലിക അശദ്ദൽ അദാബ്, അതികഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അതാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്ന. വമഅവാഹും, ആഖിറത്തിൽ അവർക്കുള്ള സങ്കേതം അന്നാറു, നരകം തന്നെയാണ്. വലബിഅ്സൽ മസീർ, ഈ അവിശ്വാസികൾക്ക് ചെന്നു ചേരാനുള്ള ഇടം എത്ര ചീത്തയായ സങ്കേതമാണ്. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറഞ്ഞതെങ്കിലും ഇത് അവിശ്വാസികളായ ആളുകൾക്കുള്ള കനത്ത ഒരു താക്കീതാണിത്. നബിതങ്ങളോട് നീ വിചാരിക്കണ്ട എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനോടുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള കാര്യമല്ല. ഇത് അവിശ്വാസികളായ ആളുകൾക്കുള്ളൊരു കനത്ത താക്കീതാണ്. കാരണം അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്, അർമാദിച്ച് നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി, അതുപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ വിശ്വാസികളെ മുഴുവനും പീഡിപ്പിച്ച് അവരുടെ സ്വദേശങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കി, അതേപോലെ തന്നെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അവർക്ക് വരുത്താൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഗൂഢമായ ശ്രമങ്ങൾ മെനഞ്ഞ് ഒരുപാട് ദ്രോഹിച്ച് അവരിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയാണ്, നീ വിചാരിക്കേണ്ടതില്ല ഇവരെല്ലാം കൂടി അങ്ങ് അതിജയിച്ചു കളയോ, എല്ലാം കൂടി എല്ലാത്തിനെയും ഇവരാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ എന്തിനേയും പരാജയപ്പെടുത്തിയിട്ടുള്ളൊരു മുന്നേറ്റമായിരിക്കോ ഇവർക്ക് എക്കാലഘട്ടത്തിലും ഉണ്ടാവുക എന്ന് നീ അങ്ങനെയൊന്നും ധരിക്കേണ്ടതില്ല. ഇത് നമ്മെക്കൊണ്ട് ഈ ഒരു ആശയം നാം രാവിലെ പ്രഭാതത്തിൽ അതാ ഉണർന്ന് എഴുന്നേൽക്കുന്ന രാത്രിയിൽ എഴുന്നേറ്റ് നമ്മൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള 11 ആയത്തുകളുണ്ടല്ലോ സൂറത്ത് ആൽ ഇമ്രാനിന്റെ അവസാന ഭാഗത്ത്. ആ ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരു ആയത്ത് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നമ വബിഅ്സൽ മിഹാദ്. കണ്ടോ, സൂറത്ത് ആൽ ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന ഭാഗത്തായിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട് ആ കാര്യം. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. അല്ലാഹു പറയണം അവിടെ, നമ്മൾ ആ 11 ആയത്ത് ഇങ്ങനെ ഓതി വരുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ ഇത് കാണാൻ സാധിക്കും. ലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്ത്? തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ കടന്ന് പരക്കം പായുകയാണ്. തഖല്ലുബ്, അവരിങ്ങനെ മാറി മറിഞ്ഞ് തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിൽ ബിലാദി, രാജ്യങ്ങളിൽ. രാജ്യത്ത് മുഴുവനും അവരാണല്ലോ വലിയ സ്വാധീനക്കാർ, അവരുടെ കയ്യിലാണല്ലോ എല്ലാ അധികാരങ്ങളും, അവരാണല്ലോ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് എന്നിങ്ങനെ അവിശ്വാസികൾ ലോകത്ത് മുഴുവനും ഭൂമിയിൽ അവർ നടത്തുന്ന തേരോട്ടം കണ്ടിട്ട് അതൊക്കെ എന്താ അവർക്ക് ഇത്രയും, ഇനി ഇവർക്കൊന്നും ഒരു നിലക്കും പരാജയമൊന്നും ഉണ്ടാവൂലേ, ഇക്കാലഘട്ടത്തിലും ഇവർ തന്നെ ആയിരിക്കോ എല്ലാത്തിൻ്റെയും മേലെ എന്നുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ട. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. അതൊക്കെ വളരെ തുച്ഛകാലത്തേക്കുള്ള വിഭവങ്ങളാണ് അവർക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് ചെന്ന് ചേരാനുള്ള സങ്കേതം എന്താണ്? നരകമാണ്. അവർക്ക് കിട്ടാനുള്ളത് നരകമാണ്.
അതെത്ര വലിയ മോശമായ സങ്കേതമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് അങ്ങനെയാണ്. അവർ രാജ്യത്തൊട്ടാകെ കുതിച്ചു പായുകയും അവരുടേതായ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ധിക്കാരത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ കുറഞ്ഞ കാലത്തേക്കാണ്. ദുന്യാവിൽ അവർക്കിങ്ങനെ യമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞില്ലേ, അവരുടെ അതിക്രമങ്ങളും അവരുടേതായ ആ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും അവർക്കിങ്ങനെ അള്ളാഹു ഇങ്ങനെ കയറഴിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരതിങ്ങനെ വിഹരിക്കട്ടെ, ഒരു പിടുത്തം അവസാനം പിടിക്കാനുണ്ട്. അപ്പോൾ അള്ളാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യമാണ്. അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് നീ വിചാരിക്കേണ്ടതില്ല. മുഅ്ജിസീന ഫിൽ അർളി, ഭൂമിയിൽ അവർ എല്ലാവരെയും എക്കാലഘട്ടത്തിലും പരാജയപ്പെടുത്തി. അള്ളാഹുവിനെയൊക്കെ പരാജയപ്പെടുത്താൻ, അഥവാ റബ്ബിൻ്റെ ദീനിനെതിരെ എന്നും അവർക്കിങ്ങനെ ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹ്ക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ വിചാരിച്ചത് കൊണ്ടല്ല പറയുന്നത്. അത് ഇവർക്കുള്ള മുന്നറിയിപ്പാണ്, ഈ അവിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പാണ്. അല്ലാഹു തആല അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിവുള്ളവനാണ്. ഇനി ആഖിറത്തിലോ മുന്നാർ, അവരുടെ സങ്കേതം നരകമത്രേ. വലബിഅ്സൽ മസീർ, അതെത്ര ചീത്തയായ ചെന്ന് ചേരാനുള്ള സങ്കേതമാണത്. ഇതാണ് ഈ 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയും.